പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് ഏറ്റുപറയാൻ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന രക്ഷകനായ ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സഹോദരങ്ങളെ, സങ്കീർത്തനം 14:2 ഇപ്രകാരം പറയുകയാണ്: സ്വർഗത്തിൽ നിന്നും ദൈവം ഭൂമിയിലേക്ക് തൻ്റെ മനുഷ്യമക്കളെ നോക്കുന്നു, തന്നെ തേടുന്ന വിവേകികൾ ആരെങ്കിലും ഉണ്ടോ? സ്വർഗം നോക്കുകയാണ്. അതുപോലെ സങ്കീർത്തനം 25 പ്രകാരം പറയുന്നു: എൻ്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അതിനാൽ അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്നും വിടുവിക്കും. ഹല്ലേലൂയ. എന്താണ് ചെയ്യുന്നത്? കർത്താവിലേക്ക് എപ്പോഴും സദാ എൻ്റെ കണ്ണുകൾ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്നും വിടുവിക്കും, കെണികളിൽ നിന്ന് വിടുവിക്കും. നമ്മുടെ സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന, ദൈവത്തിന് അർഹമായ ആരാധന അർപ്പിക്കുവാൻ നമ്മൾക്ക് സാധിക്കാതെ പോകുന്ന തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്ന വലകൾ, വൈഷമ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളൊക്കെ അത് കർത്താവ് മാറ്റിത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലേക്ക് സദാ കണ്ണുകൾ ഉയർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധനും അമർത്യനും ബലവാനുമായ കർത്താവാണെന്ന്, സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമായ ദൈവമാണെന്ന്, എല്ലാത്തിൻ്റെയും താങ്ങി നിർത്തുന്നവനായ സർവശക്തനായ ദൈവമാണെന്ന് ഞാൻ എപ്പോൾ മനസ്സിലാക്കുന്നു, ഞാൻ എത്രത്തോളം അവിടുത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടത്തേക്ക് അർഹമായ ആരാധന അർപ്പിക്കുന്നു, എത്രമാത്രം വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ ഹൃദയം അർപ്പിക്കുന്നു, അപ്പോൾ നമ്മുടെ വലകളെ, നമ്മുടെ പാദങ്ങളെ, നമ്മളെ വീഴ്ത്തുവാൻ ഉപയോഗിക്കുന്ന, ശത്രു ഉപയോഗിക്കുന്ന വലകളെ അവിടുന്ന് മാറ്റിത്തരും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കരങ്ങളുയർത്തുന്ന സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ ബന്ധനങ്ങൾ വിട്ടുപോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുവാനുള്ള തടസ്സങ്ങൾ കർത്താവ് മാറ്റിത്തരും. ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനഭാഗം ധ്യാനിച്ചുകൊണ്ട് നമുക്കിരിക്കാം. വചനം വായിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നേരിട്ട് പറയാൻ വചനം: ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ദൈവരാജ്യം ഭൂമിയിലേക്ക് സ്ഥാപിക്കുവാൻ വന്ന ഈശോ നമ്മളെ ഈ ഭൂമിയിൽ ആയിരിക്കുവാൻ വേണ്ടിയല്ല അവിടുന്ന് തെരഞ്ഞെടുത്തത്. പിന്നെ ഇതിനു വേണ്ടിയാണ്? ദൈവരാജ്യ അനുഭവത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വന്നവൻ ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയുടെ അടുത്ത ലക്ഷ്യം എന്താണ്? സ്വർഗത്തിലേക്ക് കടക്കുക. ഭൂമിയിലായിരിക്കുവാൻ വേണ്ടിയല്ല, ഭൂമിയിലുള്ള വസ്തുക്കളെ അന്വേഷിക്കുവാനുമല്ല നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തെന്ന് ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭൂമിയിലുള്ള വസ്തുക്കൾ എന്താണ്? അത് അസമാധാനം തരുന്നതാണ്, സമാധാനം തരുന്നതല്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തരുന്നത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ വചനം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉന്നതത്തിലുള്ളവയെ നിങ്ങൾ അന്വേഷിക്കുവിൻ, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാം അധ്യായത്തിന്റെ 21-ാം വചനത്തിൽ പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുകയാണ്:
നിങ്ങൾ അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, ആരും യേശുക്രിസ്തുവിന്റെ കാര്യം അന്വേഷിക്കുന്നില്ല. സഹോദരൻ വായിക്കാവോ? ഫിലിപ്പിയർ 2:21. എത്ര ദയനീയമായ ഒരു അവസ്ഥയാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കണം. ഫിലിപ്പിയർ 2:21. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, ആരും യേശുക്രിസ്തുവിന്റെ കാര്യം അന്വേഷിക്കുന്നില്ല. ഇവിടെ വായിച്ചു കേട്ട പൗലോസ് അപ്പോസ്തലനോടൊപ്പം തന്നെ കേട്ട കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നതും ഇത് തന്നെയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നതിനാണ് പല ഭൂമിയിലെ പല കാര്യങ്ങളും സാധിക്കാൻ വേണ്ടിയാണ്, അതിനെ കുറ്റപ്പെടുത്തുകയല്ല. എന്നാൽ ഉന്നതമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ വയ്ക്കുമ്പോൾ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അതൊക്കെ സാധിച്ചു തരുവാൻ കർത്താവിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവരും ഒന്ന് ഉറക്കെ ഉണർവോടെ പറഞ്ഞ് യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എത്രമാത്രം ഉച്ചത്തിൽ നിങ്ങൾ സ്തുതിക്കുന്നുവോ, എത്രമാത്രം തീഷ്ണതയോടെ സ്തുതിക്കണോ, അത്രമാത്രം ദൈവത്തിന്റെ വരപ്രസാദം നമുക്ക് ലഭിക്കും, ഉറപ്പാണ്. ഈ അടുത്ത ദിവസങ്ങളിലെ ഞാൻ ദർശനം എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റൊന്ന് ചിരിക്കണം, എന്റെ വിശുദ്ധി കൊണ്ടാണെന്ന് ചിന്തിക്കരുത്. ഞാൻ ഈ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുന്ന ദിവസങ്ങളുണ്ട്. ഈ ഉറക്കം നഷ്ടപ്പെടുന്ന ദിവസങ്ങളിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, അസമാധാനമൊന്നും ഉണ്ടായിട്ടല്ല, എന്തെങ്കിലും ലോകകാര്യങ്ങളെ കുറിച്ച് വ്യാപൃതനായി ചിന്തിച്ചുകൊണ്ട് അസ്വസ്ഥതയായിട്ടല്ല, ദൈവം എന്നെ ഉണർത്തുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഇന്നലെ രാത്രിയിലും പാതിരായ്ക്കൊക്കെ എഴുന്നേറ്റിരുന്നുകൊണ്ട് കട്ടിലിരുന്നുകൊണ്ട് ഞാൻ കൈവിരിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. എന്താണ് പ്രാർത്ഥിക്കുന്നത് അറിയാമോ? എല്ലാവരെയും കർത്താവെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും, ജാതി മത ഭേദമന്യേ നമ്മുടെ മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉൾപ്പെടെ എല്ലാവരെയും പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രം. ഹല്ലേലൂയ. വേറെ ഒരു കാര്യം ചോദിക്കുന്നില്ല. എന്നിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കവിഞ്ഞൊഴുകണം. എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയുമായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ എത്രമാത്രം സമാധാനം ഉണ്ടാകുമായിരുന്നു. ഇന്നത്തെ അസമാധാനത്തിന്റെ എല്ലാം കാര്യം ഈ ദൈവമായ കൃപയുടെ നിറവായ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. നമ്മൾ മക്കളെ കുറിച്ച് വ്യാകുലപ്പെടുന്നു, വിഷമിക്കുന്നു. നമ്മുടെ പല പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഒരേ ഒരു വിഷയമാണ്. ആ വിഷയം ഇതാണ്: പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ. സോളമൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. വലിയൊരു ജനതയെ നയിക്കുവാൻ വേണ്ടി സോളമനെ ഏൽപ്പിച്ചപ്പോൾ സോളമൻ ദൈവസന്നിധിയിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, എനിക്ക് ഈ വലിയ ജനത്തെ നയിക്കുവാനുള്ള അറിവും വിവേകവും നൽകണമേ. ദൈവം സോളമന്റെ പ്രാർത്ഥന കേട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു: നിന്റെ പ്രാർത്ഥന കേട്ടിട്ട് ഞാൻ സംപ്രീതനായിരിക്കുന്നു. കാരണം നീ സമ്പത്തുകളോ ശത്രു സംഹാരമോ ഒന്നുമല്ല നീ ചോദിച്ചത്. പിന്നെയോ നീ ചോദിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിന്റെ വിവേകവും ജ്ഞാനവുമാണ് ചോദിച്ചത്. നീ ചോദിച്ചതിലും കൂടുതലായ കാര്യങ്ങൾ നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. ഏറ്റവും വലിയ സമ്പത്തും ആരോഗ്യവും ഒക്കെ കർത്താവ് അവനെ കൊടുത്ത് അനുഗ്രഹിക്കുക ചെയ്തത്. ഹല്ലേലൂയ. ഈശോ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഇതിന്റെ ദുഷ്ടരായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായിട്ട് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിൽ നിറയാത്ത അവസ്ഥ കൊണ്ടാണ് നമ്മുടെ ലോകത്തിലെ എല്ലാ ദുര്യോഗങ്ങളും. ഒരു വലിയ സത്യം കർത്താവ് വെളിപ്പെടുത്തി തന്നതാണ്. ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളോട് പറഞ്ഞു തരാം. കാരണം ഓരോ വ്യക്തിയും, ഞാൻ ഉൾപ്പെടെ ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളല്ല. 740 കോടി ജനങ്ങളുണ്ടെന്ന് ഈ ലോകത്തുണ്ടെന്ന് സർവേ പറയുമ്പോൾ ഓരോ വ്യക്തിയെയും കർത്താവ് നോക്കുന്നുണ്ട് സ്വർഗത്തിൽ നിന്നും. ഹല്ലേലൂയ. എന്താണ് കർത്താവ് നോക്കാൻ നമ്മൾ കണ്ടു? സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് നോക്കുകയാണ്. തന്നെ അന്വേഷിക്കുന്ന വിവേകികൾ ആരെങ്കിലും ഉണ്ടോ? ഈ ഓരോ വ്യക്തിയെ കുറിച്ചും നോക്കുന്നുണ്ട്. അപ്പോൾ ദാവീദ് പിന്നെ പറയുകയാണ്, എന്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിച്ചിരിക്കുന്നു, 2 ഉടക്കുന്ന കണ്ണുകൾ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഒരു വലിയ സംസാരം നടക്കുന്നുണ്ട്, ഒരു ഡയലോഗ് നടക്കുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള ദൈവത്തിന്റെ ഗീതം അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഈ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ സമാധാനം നമുക്ക് ലഭിക്കുക. ഈ അടുത്ത നാളിലെ വലിയൊരു കൺവെൻഷൻ കൂടുവാനായിട്ട് ദൈവം ഇടയാക്കി. ആ കൺവെൻഷനിലേക്ക് കടന്നു പോയപ്പോൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ, ഇപ്പോൾ നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ കേട്ടതുപോലെ, ആരും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി അവിടെ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ശിഷ്യസ്ഥാനത്തേക്ക് കർത്താവ് സ്വീകരിച്ച വ്യക്തികളെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മളെ ഓർപ്പിക്കുകയാണ്. നമുക്കൊരു ഉത്തരവാദിത്വം കർത്താവ് തരികയാണ്. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട്
ഗലീല മലയിലേക്ക് കർത്താവ് ക്ഷണിച്ചു വരുത്തിയിട്ട് അവർക്കൊരു ഉത്തരവാദിത്വം കൊടുക്കുക. ആ ഉത്തരവാദിത്വമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് കർത്താവ് തരിക. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, ഏറ്റു പറയാ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ ആരെയാണ് നിങ്ങൾ ഭയപ്പെടുക? നമ്മൾ ഭയം കൊണ്ടാണ് കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ മടിച്ചു നിൽക്കുക. യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തല വെളരിയിൽ നിന്ന് പോകുമോ, നമുക്ക് എന്തെങ്കിലും മാനഹാനി സംഭവിക്കുമോ, നമ്മളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ആ വ്യർത്ഥമായ ഭയം മൂലം നമുക്ക് കർത്താവിന്റെ ആഗ്രഹം നിർവഹിക്കുവാൻ സാധിക്കുന്നില്ല. ഒന്നുകൂടെ പറയാം, ആ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ക്രിസ്ത്യാനികളെ ശിഷ്യപ്പെടുത്താനാണോ പറഞ്ഞത്? എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ലോകത്തിലുള്ള മുഴുവൻ ജനതയെ, ജാതി മത ഭേദമന്യേ എല്ലാവരെയും ശിഷ്യപ്പെടുത്തുവാനാണ് കർത്താവ് ആഹ്വാനം ചെയ്തിരിക്കുക. അവിടുന്ന് വീണ്ടും പറയണ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നെങ്കിൽ അതിനകത്തൊരു അർത്ഥമുണ്ട്. നമ്മൾ സ്വാർത്ഥമതികളാണ്. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ട് ഇത്രയും വളർത്തി അനുഗ്രഹിച്ചു കൊള്ളുന്ന നമ്മുടെ കർത്താവിനെ നമ്മളെ എപ്രകാരം അവിടുന്ന് അനുഗ്രഹിച്ചെന്ന് നമുക്കറിയാം. നമ്മുടെ ഭാവികളായിരിക്കെ നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചു, യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തുവിന്റെ ഈ സുവിശേഷം എന്താണ്? സുവിശേഷം എന്ന് പറയാൻ ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ സുവിശേഷം? ദൂതൻ അവരോട് പറഞ്ഞു, ആട്ടിടയന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താ പറഞ്ഞത്? സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇത് സകല ജനത്തിനു വേണ്ടിയുള്ളതാണ്. ഈ യേശു ക്രിസ്തു സകല ജനത്തിനു വേണ്ടിയുള്ളതാണ്. ഈ യേശു ക്രിസ്തുവിനെ ഞാൻ ഇത് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ മറ്റുള്ളവർക്ക് സുവിശേഷത്തിലൂടെ കൊടുക്കുന്നില്ല എങ്കിൽ അത് ഞാൻ സ്വാർത്ഥമതിയാണ്. എന്നിൽ നിന്നും ഉള്ളതുപോലെ എടുക്കാൻ കർത്താവ് തീരുമാനമെടുക്കും. ഹല്ലേലൂയ. ഭയപ്പെടുത്തുകയില്ല സഹോദരങ്ങളെ. നമ്മളെ കർത്താവ് വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുക. വിശ്വാസികളെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതാണ്. മർക്കോസിന്റെ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായിട്ട് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകിയില്ല എന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തില് കോരിന്ത്യസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 5-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം തിരുവചനങ്ങൾ നമ്മളെ ഈ പ്രകാരം പഠിപ്പിക്കുകയാണ്. നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിക്കണം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഒന്ന് ഏറ്റു പറയാം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് നമുക്കൊന്ന് ആവർത്തിച്ച് പഠിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കത് ഏറ്റു പറയാം. ഈ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ ഈശോ എല്ലാവർക്കും വേണ്ടി മരിച്ചു. എല്ലാവർക്കും വേണ്ടി ദാവീദിന്റെ പട്ടണത്തിൽ പറഞ്ഞവനായ ഈശോ എന്ത് ചെയ്തു? എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഏറ്റു പറയാം, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും പാപത്തിന് മരിച്ചുവെന്നാണ് അതിന്റെ അർത്ഥം. അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഒരു ഡിവൈൻ ഇൻസ്പിറേഷൻ ആണത്. ഹല്ലേലൂയ. ഈ ഉത്തേജനം ലഭിച്ചത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞത്, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് പറയുവാൻ സാധിച്ചതുകൊണ്ടാണ്. ഇന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഇന്ന് നമുക്കാർക്കെങ്കിലും ഇതുപോലെ പറയാൻ സാധിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, ലോകത്തിന്റെ അതിർത്തികൾ വരെയും പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ ഏൽപ്പിച്ച കർത്താവിന്റെ അഭിഷിക്തരും മിഷനറിമാര്, സന്യാസികളെ സുവിശേഷമാണ് അവരെ അറിയിച്ചത്. നമ്മുടെ സഹോദരങ്ങൾ നമുക്കറിയാം. ഭാരത മണ്ണിൽ തന്നെ നമുക്കറിയാം. എനിക്കറിയാം. ഭോപ്പാലിൽ മധ്യപ്രദേശിലുണ്ടായിരുന്നവനാണ് ഞാൻ. നമ്മുടെ സഹോദരന്മാര് മിഷണറിമാര് അവിടെ പോയി സ്കൂളുകൾ സ്ഥാപിച്ച്, പള്ളികൾ സ്ഥാപിച്ച്, അനേകര് അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റിയവര്, നല്ല വിദ്യാഭ്യാസം സിദ്ധിച്ചവര് പരിശുദ്ധാത്മാവിനെ ലഭിക്കാതെ വന്നപ്പോൾ
അല്ലെങ്കിൽ ലോകത്തിൻ്റെതായിട്ട് ചിന്തിച്ചപ്പോൾ ഇന്ന് എന്ത് സംഭവിക്കുന്നു അറിയാമോ? ഇന്ന് നമ്മുടെ അഭിഷിക്തർക്ക്, സന്യാസിനികൾക്ക് ദൈവാലയത്തിൽ ചെന്നാൽ അവർക്ക് അവരുടെ തിരുവസ്ത്രം ഉപയോഗിക്കാം. പണ്ട് അങ്ങനെയല്ല. ഇവരുടെ തിരുവസ്ത്രത്തെ എഴുന്നേറ്റുകൊണ്ട് ആദരിച്ചിരുന്ന വടക്കേ ഇന്ത്യക്കാരെ ഇന്ന് നിയമം മൂലം ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. അവർക്ക് അവരുടെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. ആനുകൂല്യങ്ങൾ, നല്ല 1-ാം ക്ലാസ് ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ സഹോദരങ്ങൾ അവിടെ പോയി കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അവർ അതിന്റെ ഫലം എടുത്തിട്ട് ഇന്നെന്ത് സംഭവിച്ചിരിക്കുന്നു? നമ്മുടെ ഹൃദയം നീറണം സഹോദരങ്ങളെ. ലോകത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും നോക്കിയാൽ നമുക്ക് കാണാം. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയാൽ നമുക്ക് മനസ്സിലാകും, ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വേണ്ടി ഒരു ദൈവാലയമില്ല. മരത്തിന്റെ തണലിലൊക്കെയാണ് അവർ പരിശുദ്ധ ബലി അർപ്പിക്കുക. നമുക്ക് എത്രമാത്രം ദൈവം വലിയ ഭാഗ്യം തന്നിരിക്കുക. നല്ല സുന്ദരമായ ദൈവാലയങ്ങളൊക്കെ തന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ എത്രമാത്രം ജനങ്ങൾ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് IS ഭീകരവാദികൾ എന്നൊക്കെ പറഞ്ഞവരെ അവര് നമ്മുടെ ജനങ്ങളെ കശാപ്പ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി എത്ര പേരുടെ ഹൃദയം നുറുങ്ങുന്നുണ്ട്. ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഹൃദയം തേങ്ങാറുണ്ട്. ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിക്കുക. നമ്മുടെ കർത്താവിന്റെ സഭ, ശരീരമാകുന്ന സഭയെ പീഡിപ്പിക്കുന്നവർ, പൗലോസ് അപ്പോസ്തലൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനെ തന്നെ പീഡിപ്പിച്ചുവെന്ന് കർത്താവ് പറയുക. സാവൂൾ, സാവൂൾ, നീ എന്തായി ചെയ്യുക? നീ എന്തിനെ പീഡിപ്പിക്കുന്നു? ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ ഇന്ന് ഓരോ ക്രിസ്ത്യാനികളെയും പീഡിപ്പിക്കുന്നതിന്റെ സങ്കടം, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉരുവാകണം. ഹല്ലേലൂയ. ഈ രാത്രിയുടെ യാമങ്ങളിൽ ഇവിടെ വന്നിരുന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ മക്കൾ, അംഗവിഹീനരായ മക്കളെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കാണുവാൻ സാധിച്ചു. ഡിവൈനിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ പോയപ്പോൾ, ശുശ്രൂഷകർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അംഗവിഹീനരായ സഹോദരങ്ങൾ, അപകടത്തിൽ അംഗവിഹീനരായവര്, ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്നിച്ചു പോയി കർത്താവിന്റെ സുവിശേഷം വരെ ചെയ്യുന്നു. ഇറാഖിലെ ജനങ്ങളെ നമുക്കറിയാം. പൗരസ്ത്യ ദേശങ്ങളില് നല്ല തനിമയാർന്ന വിശ്വാസം ഉണ്ടായിരുന്നവരെ IS ഭീകരരും ഒക്കെ ഭയപ്പെടുത്തി വിട്ടു. വിശ്വാസം ത്യജിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ കൂടാം. അപ്രകാരം സാധിക്കാത്തതുകൊണ്ട് അവരുടെ തൊഴിലും അവരുടെ സമ്പത്തും എല്ലാം വെടിച്ചിട്ട് അവർക്ക് പോകേണ്ടി വന്നു. അഭയാർത്ഥികളായിട്ട് പോയിരിക്കുന്ന ക്യാമ്പുകളിൽ അവർക്കൊന്ന് സ്വാതന്ത്ര്യം അരുളുവാൻ ആരെങ്കിലും പോകാൻ തയ്യാറുണ്ടോ എന്ന് ഒരു ചോദ്യം അവിടെ ഉയരുകയാണ്. അവരുടെ ഹൃദയം വേദനിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ ചിന്ത വെച്ചുകൊണ്ട് ആഗ്രഹിക്കരുതെന്നല്ല പറഞ്ഞ കർത്താവ് തരികയും ചെയ്യും. എന്നാൽ ഉന്നതമായ നമ്മുടെ ലക്ഷ്യം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. കൊളോസ്യർക്കാർക്ക് ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിങ്ങൾ അവൻ വസിക്കുന്ന ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന അവിടുത്തെ കാര്യങ്ങളെ അന്വേഷിക്കുക, ഭൂമിയിലുള്ളവയല്ല അന്വേഷിക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ പ്രയോറിറ്റി മാറേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രയോറിറ്റി മാറേണ്ടിയിരിക്കുന്നു. നമ്മളിവിടെ ചോദിക്കുന്ന നിസ്സാര കാര്യങ്ങൾ ബാലിശമായ കാര്യങ്ങളായിട്ട് തോന്നിപ്പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ലഭിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ ലഭിക്കുമായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ ശ്വാസം, നമ്മളെടുക്കുന്ന ഈ ജീവശ്വാസം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ്. നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു കൂട്ടാളിയായിട്ട് നമ്മുടെ ഒപ്പമുണ്ട്. യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ ബോധ്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടതും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതും. ഈ ബോധ്യം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ സാധിക്കാതെ പോവുക. ഈ ബോധ്യം ഉള്ളവരായതുകൊണ്ടാണ്, ഉണ്ടായിരുന്നവരാണ് മിഷണറി വർക്കിന് പോയവര്. അവർക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ വികാരിച്ച് പറയായിരുന്നു, ഇറാഖിലെയൊക്കെ അവിടുത്തെ ബിഷപ്പുമാർക്ക് ഇദ്ദേഹം എല്ലാ ദിവസവും മെസ്സേജ് നോക്കിയിട്ട് ഇമെയിൽ അയക്കും. ഞങ്ങളെ വികാരിച്ച്, നെടുമുന്നത്തെ വികാരിച്ച് ഇമെയിൽ അയക്കും. കാരണം അവിടുത്തെ ജനങ്ങളുമായിട്ടൊരു സംവാദം, അവരുമായിട്ടൊരു മാനസികമായിട്ടൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി ലോകം പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊരു ഒരു ബോധ്യം അവർക്ക് ലഭിക്കുമ്പോൾ അവർക്ക് ധൈര്യം ലഭിക്കുക. ഹല്ലേലൂയ. അവർ ഒറ്റപ്പെട്ടവരല്ല എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും? ഒരു ചാപ്പല് തന്നെ ഇവിടെ ഉയർത്തിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിച്ചാല് എത്താനുള്ളത് ഈ ചുറ്റുവട്ടത്തിലുള്ള 2-3 പേര് മാത്രം. നമ്മുടെ ഹൃദയമൊന്നും നീറുന്നില്ല ക്രിസ്തുവിനെ പ്രതി. നമ്മുടെ ഹൃദയമൊന്നും ക്രിസ്തുവിനെ അറിയാത്ത മക്കൾക്ക് വേണ്ടി നീറുന്നില്ല എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ പ്രയോറിറ്റി മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ലോകകാര്യങ്ങളെ കുറിച്ച് വ്യാപൃതരാകുന്നതിന് പകരം കർത്താവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ വേണ്ടി കർത്താവ് നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ കർത്താവ് എപ്രകാരം സ്നേഹിച്ചുവെന്ന് നമ്മൾ തിരിച്ചറിയണം. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു.
നാം പാപികളായിരിക്കെ നമ്മൾ നീതിമാന്മാരായതുകൊണ്ടല്ല, പാപികളായ നമ്മളെ നേടുവാൻ വേണ്ടി കർത്താവ് കുരിശിൽ മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം അവിടുന്ന് വെളിപ്പെടുത്തി. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം, നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടല്ല, അവന്റെ തിരുരക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. എന്തുകൊണ്ട് നമുക്ക് ക്രോധത്തിൽപ്പെട്ടു പോകുന്നു? ഈ ദൈവസാന്നിധ്യം നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ട് സഹോദരങ്ങളെ. ഒരു അപ്പകഷണമല്ല ഇത്. നാവിലേക്ക് വന്നിട്ട് വയറ്റിൽ കൂടി ഇറങ്ങിപ്പോകുന്ന ഒരു സാധനമല്ല ഇത്. നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന തിരുവോസ്തിയാണ്. പരിശുദ്ധ കുർബാന ദൈവമാണ്. ഹല്ലേലൂയ. കരങ്ങളിൽ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. അപ്പാ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകൻ ദേവാലയത്തിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ്, പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുന്നവരോടാണ് ദൈവം സംസാരിക്കുക. യെശയ്യാ പ്രവാചകൻ സംസാരിച്ചു, ദൈവാലയത്തിലായിരുന്നു. ദേവാലയം മുഴുവൻ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു. പ്രവാചകന്മാരും സാപ്പന്മാരും അവിടത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന അവൻ കേട്ടു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവശക്തനായ ദൈവം പരിശുദ്ധൻ എന്നുള്ള ആ വലിയ സ്വർഗീയ മഹത്വം നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥന യെശയ്യാ അന്ന് കേട്ടു. യെശയ്യാ ഈ ദൃശ്യം കണ്ടതിന് ശേഷം അപ്പോൾ പറഞ്ഞു, പശ്ചാത്താപമുണ്ടായി. കർത്താവേ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ള മധ്യയെ വസിക്കുന്നവനാണ്. രണ്ട് പ്രാർത്ഥന നടത്തി. ഒന്ന് തന്റെ കുറവേറ്റു പറയുക. അധരങ്ങൾ എന്തുകൊണ്ട് മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്നു? ഹൃദയത്തിന്റെ തികവിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഹൃദയം അശുദ്ധമായതിനാൽ അവൻ അശുദ്ധമായത് സംസാരിക്കുന്നു. ഇത് തന്നെയാണ് തന്റെ ജനത്തിനും സംഭവിക്കുന്നത്. താൻ പ്രതിനിധാനം ചെയ്യുന്ന ആ സമൂഹവും അശുദ്ധമായി തീർന്നിരിക്കുന്നു. ഇത് ഏറ്റു പറഞ്ഞപ്പോഴാണ് ദൈവം പരിശുദ്ധ കുർബാന കൊടുത്തുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് അവനെ ശക്തിപ്പെടുത്തുക. ഹല്ലേലൂയ. ആരെനിക്ക് വേണ്ടി പോകുമെന്നൊരു ചോദ്യം അവൻ കേട്ടു. ആ ചോദ്യത്തിന്റെ ഉത്തരവും യെശയ്യാ പറഞ്ഞു, ഞാൻ പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ള ആ ശബ്ദം ഇന്നും മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടേക്ക് പോകണം? ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ഭാരത മണ്ണിൽ തന്നെ, കേരളത്തിൽ തന്നെ നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസവും സാമ്പത്തികവും ഉള്ള വ്യക്തികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ അറിയേണ്ടത് കേൾക്കേണ്ടത് പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞു. പറഞ്ഞവരുടെ പുറകെ വീണ്ടും വീണ്ടും പോയിട്ടും കാര്യമില്ല. പറവോട് ഹൃദയം കഠിനമായതുപോലെ കഠിനമായിരിക്കുകയാണ് ജനം. കേട്ട് കേരളത്തിലെ ജനം വചനം കേട്ട് തഴമിച്ചിരിക്കുകയാണ്. അവന്റെ ഹൃദയം പറവോയുടെ ഹൃദയത്തിനേക്കാൾ കഠിനമായിരിക്കുകയാണ്. അവനോട് പറഞ്ഞാൽ അവൻ യേശത്തില്ല. ഒട്ടും ഒരു നാളും കേൾക്കാത്തവന്റെ അരികിലേക്ക്, ദരിദ്രനായവൻ ദരിദ്രന്റെ അരികിലേക്ക് കടന്നു ചെന്നിട്ട് വചനം ഒരു പ്രാവശ്യം പോലും കേട്ടിട്ടില്ലാത്തവരുടെ അരികിലേക്ക് കടന്നു ചെല്ലുവാൻ കർത്താവ് ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിഷനറി വർക്കിന് വേണ്ടി കർത്താവ് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിൽ നിന്നുണ്ടായി പോയി ഒന്ന് പ്രഘോഷിക്കുവാൻ ആർക്ക് സാധിക്കും? തിരുവചനം ഇവിടെ പറയുകയാണ്. ഇന്നും നമുക്കറിയാം, നരബലി നടക്കുന്നുണ്ട്. കോഴികളെയും മൃഗങ്ങളെയും ഒക്കെ ബലിയർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പൂജ അർപ്പിക്കുന്നവരുണ്ട്. ദൈവത്തിന് ആരുടെയും, നമ്മുടെ സത്യദൈവത്തിന് ആരുടെയും ബലി ആവശ്യമില്ല. കാരണം അവൻ ബലിവസ്തുവും ബലിയും ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമോചനത്തിന് വേണ്ടി, ശാപമോക്ഷത്തിന് വേണ്ടി ആരും ഇനിയൊരു പുതിയ ബലി അർപ്പിക്കേണ്ടതില്ല. ബലി അർപ്പിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. അവൻ സ്ഥാപിച്ച സഭയിലൂടെ പാപമോചനത്തിന് വേണ്ടി കുമ്പസാരം എന്ന കൂതാശയിലൂടെ അവിടുന്ന് പാപമോചനം നൽകുന്നുണ്ട്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിന്റെ 8-ാം വചനം ഒന്ന് വായിക്കാം സഹോദരൻ. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം. പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വചനം വീണ കാര്യങ്ങളെ കുറിച്ചാണ് പറയുക. നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുക. നല്ല നിലത്ത് വീണതോ? ലൂക്ക 8-ാം അധ്യായം 8-ാം വചനം. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. നല്ല നിലത്ത് വീണ വിത്ത് എന്ത് സംഭവിച്ചു? അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. നല്ല നിലത്ത് വീണ വിത്ത് എന്ത് ചെയ്തു? 100 മേനി ഫലം പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. അടുത്ത 8-ന്റെ 15 വായിച്ചേ. നല്ല നിലത്ത് വീണതോ? വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. നല്ല നിലത്ത് വീണത് എന്ത് ചെയ്തു? നല്ല നിലത്ത് വീണ വിത്ത് വചനം കേട്ട് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹല്ലേലൂയ. ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയമാണ് ഈ നല്ല നിലവെന്ന് പറയുക. ഈ ഹൃദയത്തിലാണ് എന്ത് സംഭവിച്ചത്? അതവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിച്ചതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.
കർത്താവ് തന്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ? സമയം പൂർത്തിയായി, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. പാപകരമായ അവസ്ഥയിൽ, വ്യഗ്രതകളിൽ ഇരുന്നുകൊണ്ട്, വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ഈ ദൈവവചനം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടത്തില്ല. ഇത് 100 മേനി ഫലം പുറപ്പെടുവിക്കത്തില്ല എന്നാണ് നിർവചനം നമ്മളെ പഠിപ്പിക്കുക. ലൂക്കായുടെ സുവിശേഷം 8:8-15 നമ്മളെ പഠിപ്പിക്കുക. 100 മേനി ഫലം പുറപ്പെടുവിക്കും. നല്ല നിലത്ത് വീണ വിത്ത് ഹൃദയത്തിൽ ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ മറന്നുപോലെ വിട്ടുപോലെ. ഏത് ഹൃദയത്തിലാണ് വീണത്? ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത വ്യഗ്രതകളിൽപ്പെട്ടിരിക്കാനല്ല. നമ്മൾ ഇവിടുത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട ഉന്നത കാര്യങ്ങളിൽ കർത്താവിന്റെ പ്രീതികരമായ കാര്യം എന്ന് പറയുന്നതാണ്. കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ അവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നതാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവ. നമ്മുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവ. തിരുവചനം നമ്മൾ പലപ്പോഴും നമുക്ക് ഉചിതമായ രീതിയിൽ വചനം നമ്മളെ എടുത്തിട്ട് നമ്മൾ പറയും നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ലെന്നും കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ലെന്നും ഒക്കെ നമ്മൾ പറയും. ആർക്കാണ് മാന്യം സംഭവിച്ചത്? ആരുടെ കാതുകളാണ് മാന്യം ഭവിച്ചു പോയത്? ആരുടെ കരമാണ് കുറുകിപ്പോയതെന്ന് നോക്കിയാൽ നമുക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും കരങ്ങളാണ് കുറുകിപ്പോയത്, അല്ലേ? സത്യം. നമ്മുടെ കരങ്ങൾ കുറുകിപ്പോയതിനാൽ നമ്മുടെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ. സഹോദരന്റെ അരികിലേക്ക് നീട്ടപ്പെടേണ്ട കരങ്ങളെ, ആവശ്യക്കാരന്റെ അരികിലേക്ക് നീളേണ്ട കരങ്ങളെ നമ്മൾ കുറുക്കി വെച്ചിരിക്കുക. കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാവപ്പെട്ടവന്റെ ദീനരോധനങ്ങളെ അവൻ ആത്മാവിന് വേണ്ടി കേഴുമ്പോൾ അവന്റെ രോദനം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ മന്ദീഭവിച്ചു പോയി. കർത്താവിന്റെ കാതിന് മാന്യം സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരന്റെ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ആരുടെ കുഴപ്പം കൊണ്ടാണ് ഈ ലോകം? കർത്താവ് ഇവിടെ വന്നിട്ട് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ അവിടുന്ന് പഠിപ്പിച്ചു. അവിടുത്തെ നാമം പൂജ പിതാവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. തന്റെ പിതാവിനെ നമുക്ക് പിതാവായിട്ട് തന്നു. ഈശോയുടെ പിതാവിനെ നമുക്ക് പിതാവായിട്ട് തന്നു. ഈശോയെ നമുക്ക് സഹോദരനായിട്ട് തന്നു. നമ്മുടെ സഹോദരനായിട്ട് ഈശോ മാറി. അവിടുത്തെ ശിഷ്യന്മാരായിട്ട് നമ്മളെ മാറ്റി. അവിടുത്തെ സ്നേഹിതന്മാരായിട്ട് നമ്മളെ മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം നമ്മളെ മാറ്റിയ നമ്മുടെ കർത്താവിന്റെ കാര്യമല്ല നമ്മൾ നോക്കുന്നത്. സഹോദരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അരുളി ചെയ്തപ്പോൾ ഒന്നാമത്തെ സഹോദരൻ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കാത്ത അനേക ശതകോടികള് ഈ ലോകത്തിലുണ്ട്. അന്യ ദൈവങ്ങളെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ഏകസത്യ ദൈവത്തെ അല്ല ആരാധിക്കുക. ഇത് സൗജന്യമായി രക്ഷകർത്താവ് നൽകിയിട്ട് ആർക്കും വേണ്ട. പണം കൊടുത്തിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടി ആൾക്കാർ ഓടി നടക്കുക. സൗജന്യമായ രക്ഷകർത്താവ് നമുക്ക് കുരിശിൽ നൽകി കഴിഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ഹൃദയസ്ഥമാക്കണം. 2 കൊരിന്തോസിന്റെ 5-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം തിരുവചനങ്ങൾ ഒന്നുകൂടെ വായിക്കാം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. എല്ലാവരും എന്ന് പറഞ്ഞപ്പോ ആരൊക്കെയായി? ഇവിടെ ഇരിക്കുന്ന നമ്മൾ മാത്രമാണോ? ലോകം മുഴുവനിലുമുള്ള സകല ജനതയും. ഈ ജനതയോട് ഇത് ആര് പറയും? ഈ സുവിശേഷം ആര് പറയും? ഈ അറിഞ്ഞ ബോധ്യമുള്ള വ്യക്തി പറയണം. ബോധ്യമുള്ള പൗലോസപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇന്ന് നമുക്ക് അയക്കുവാൻ ആളില്ല. കുടുംബങ്ങളെ ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, വലിയ തെറ്റ് ചെയ്തു, വലിയ അപരാധം ചെയ്തു. 1ഉം 2ഉം മക്കളെ സ്നേഹിച്ചതിന്റെ ശിക്ഷയും അനുഭവിച്ചുകൊണ്ടിരിക്കുക. യൂറോപ്യൻ രാജ്യങ്ങളിലെ അഭിഷിക്തരായിട്ട് പോകുവാൻ, വൈദികരായിട്ട് പോകുവാൻ, സന്യസ്തരായിട്ട് പോകുവാൻ ജനസംഖ്യ ഇല്ല അവിടെ. തന്മൂലം അവിടുത്തെ ദൈവാലയങ്ങളൊക്കെ അവർ സ്റ്റാളുകളായിട്ട് മാറ്റി. അവിടെ ബലിയർപ്പിച്ചിരുന്ന മുഖ്യ അൾത്താറെ അവരെ മദ്യം വിളമ്പുന്ന ശാലകളാക്കി മാറ്റി. വേദനിക്കുന്നില്ലേ ഹൃദയം? നമ്മുടെ ഹൃദയം വേദനിക്കുന്നുണ്ടോ? നമുക്ക് ഈ കേരള ഭൂമിയിൽ ഇത്രയും ഭാഗ്യം ലഭിച്ചിട്ട് കർത്താവ് ഇന്ന് നമ്മളാണ് വില കൊടുക്കേണ്ടവർ. ഹല്ലേലൂയ. വില കൊടുക്കാതെ സഹോദരങ്ങളെ ഇത് നമുക്ക് ആത്മാക്കളെ നേടാൻ പറ്റത്തില്ല. ഞാൻ ഈ അടുത്ത നാളിൽ കേട്ടു, ആ കോൺഫറൻസിൽ കേട്ടു, പുരോഹിതനാണ് സംസാരിക്കുന്നത്, കർത്താവിന്റെ അഭിഷിക്തനാണ് സംസാരിക്കുന്നത്. അവള് പറയുകയാണ്, ഒരാൾ നമ്മൾ കടന്നു ചെല്ലുമ്പോഴത്തേന് കർത്താവ് വന്ന് നോക്കും, സഹോദരൻ വന്ന് നോക്കും. ഈ കടന്നു വരുന്ന എന്റെ സഹോദരന് മുറിവ് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവിനറിയാം. അവൻ മുറിവേറ്റിട്ടാണോ വന്നത്? മുറിപ്പാടുകളല്ല. അവൻ മനസ്സിലെങ്കിലും മുറിവേറ്റവനാണോ? എന്നെ പ്രതി അവൻ എന്തെങ്കിലും മുറിവേറ്റവനാണോ എന്ന് കർത്താവ് നോക്കും. അവൻ താലോലിക്കും. ഹല്ലേലൂയ. എത്ര ആത്മാക്കളെ നേടിയെന്ന് കർത്താവ് ചോദിക്കും. സഹോദരങ്ങളെ,
നമ്മളെല്ലാം സ്വാർത്ഥരായിട്ട് മാറാതെ കൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഇവിടെ നിന്ന് ഉത്തേജനം സ്വീകരിച്ചുകൊണ്ട് പോകണം. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയണം, ഏറ്റു പറയാം, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ. ബോധ്യമായോ? ബോധ്യമായെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ബോധ്യമായവരുടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുന്നുള്ളവരുണ്ട്. എത്ര പേരുണ്ട് ഇവിടെ? ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവർക്കാണ് ഈ ഉത്തേജനം ലഭിക്കുക. ഹല്ലേലൂയ. അവൻ പോകും, അവന് വേണ്ടി ജീവിക്കാതെ അവൻ പോകും ആത്മാക്കളെ നേടുവാൻ വേണ്ടി. എന്നെ രക്ഷിച്ച എന്റെ കർത്താവിനെ അറിയാത്ത എന്റെ സഹജീവികളെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കിടപ്പുണ്ട്. നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല. ഒന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? കർത്താവിന്റെ ദിവികാരുണ്യനാഥന്റെ മുമ്പിൽ വന്നിൽ നിന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്നുകൊണ്ട് ഇന്നും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട് നമ്മുടെ കേരളത്തില്. അവരാണ് നമുക്ക് ഉത്തേജനം നൽകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ എന്റെ മകന് വേണ്ടി, എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹം ഉൾക്കൊള്ളുന്നെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം എന്നിൽ ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി മുറിവേൽക്കുവാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അവൻ നമ്മുടെ കാര്യങ്ങൾ നോക്കും, കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ.